യുദ്ധം ഏകദേശം തുടങ്ങാറായി എന്ന് തീരുമാനമായപ്പോൾ യുധിഷ്ഠിരൻ അദ്ദേഹത്തിന്റെ കവചം ഊരി താഴെ വെച്ച് രഥത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും മറ്റു യോദ്ധാക്കളും നോക്കി നിൽക്കെ അദ്ദേഹം കൗരവപക്ഷത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. എല്ലാവരും വിചാരിച്ചു, എന്തായിരിക്കും യുധിഷ്ഠിരന്റെ ഉദ്ദേശം? അദ്ദേഹത്തിന്റെ അടിമത്വം കാരണം യുദ്ധം ചെയ്യാതെ തന്നെ കൗരവർക്ക് ജയം കൊടുക്കാൻ തീരുമാനിച്ചോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, എന്താണ് ഉദ്ദേശം? യുധിഷ്ഠിര എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? പക്ഷെ യുധിഷ്ഠിരൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. നിരായുധനായിട്ട് ഒരു സംരക്ഷണം ഇല്ലാതെ അദ്ദേഹം നേരെ ഭീഷ്മരുടെ രഥത്തിന്റെ അടുത്തേക്ക് നീങ്ങുകയാണ്. ഭഗവാൻ ഉടൻ തന്നെ അതിവേഗതയിൽ രഥം ഓട്ടിച്ച് ഭീമന്റെയും മറ്റ് സഹോദരന്മാരുടെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു, എനിക്കറിയാം യുധിഷ്ഠിരന്റെ ഉദ്ദേശം എന്താണെന്ന്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന എല്ലാവരോടും അനുവാദം ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം ആ പുരാണങ്ങളനുസരിച്ച് മുതിർന്നവരുമായിട്ട് അഥവാ നമുക്ക് യുദ്ധം ചെയ്യേണ്ടി വരികയാണെങ്കിൽ അവരുടെ അനുവാദം തീർച്ചയായിട്ടും ചോദിക്കണം. യുധിഷ്ഠിരന്റെ ഈ നീക്കം കണ്ടിട്ട് കൗരവപക്ഷത്തുള്ളവർ പോലും യുധിഷ്ഠിരനെ സ്തുതിക്കുകയാണ്. എല്ലാ പടയാളികളും, 2 പക്ഷത്തുള്ള പടയാളികൾ എല്ലാവരും യുധിഷ്ഠിരനെ സ്തുതിക്കുകയാണ്. എല്ലാവരും യുധിഷ്ഠിരന്റെ ഗുണങ്ങളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ, യുധിഷ്ഠിരൻ പാണ്ഡവരുടെയും മറ്റു ഗുണങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ എല്ലാ യോദ്ധാക്കളുടെ കണ്ണീന്നും കണ്ണീര് വന്നു.